ഒറ്റയ്ക്കുള്ള കറങ്ങി നടത്തം, ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ, ചില ബന്ധങ്ങൾ ഇങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട്. അത് പിശാചിനെ എൻ്റർടൈൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഹവ്വ തോട്ടത്തിലെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടല്ലോ. സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതൊരു പാപമാണല്ലോ, പാപത്തിൽ മരിക്കും, നിങ്ങൾ ആ പാപം ചെയ്താൽ പാപത്തിൽ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ സർപ്പം, ഉൽപ്പത്തി 3:4 സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ മരിക്കുകയില്ല. അതാണ് സർപ്പത്തിൻ്റെ, ഈ പിശാചിൻ്റെ പ്രലോഭനം. നമ്മളിപ്പോഴെങ്ങും മരിക്കുകയില്ല. അതാണ് ഒരാൾ അറപ്പുര പൊളിച്ച് പണിതില്ല ഒരാളും. അത് ലൂക്കായുടെ സുവിശേഷം 12:20. അപ്പം അവൻ തിന്നുകുടിച്ച് എൻ്റെ ജീവിതകാലം മുഴുവനുള്ളതായി. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഘോഷ, ഇന്ന് രാത്രി നിൻ്റെ ജീവൻ പോയാൽ ഇതൊക്കെ ആരുടേതാവും? അതാണ് അങ്ങനെ. അപ്പം മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ അങ്ങനെ ഒരു ചിന്തയിൽ ജീവിക്കണം. ഈശോ നമ്മളോട് പറയുന്നത്, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം, ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്, ഈ അപ്പം ഭക്ഷിച്ചാൽ എന്നേക്കും ജീവിക്കും. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ 2ാമത്തെ ഭാഗം അത് അത്തിവൃക്ഷത്തിൻ്റെ ഭാഗമാണ്. അത് ലൂക്കായുടെ സുവിശേഷം 13:6 അവൻ ഈ ഉപമ പറഞ്ഞു, ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. മുന്തിരിത്തോട്ടത്തിലെ അത്തിവൃക്ഷം നമുക്കറിയാമല്ലോ. ചിലരുടെ വീട്ടിലൊക്കെ മുന്തിരിത്തോട്ടമൊക്കെ ഉണ്ട്. മുന്തിരിയൊക്കെ ഒരു വള്ളിയൊക്കെ പടർത്തി പിടിപ്പിച്ചിട്ടുണ്ട്. അതങ്ങനെ പിടിച്ചു കിട്ടാൻ പാടാം. വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു കരിവാണ് മുന്തിരിത്തോട്ടം. വളരെയധികം അങ്ങനെ പെട്ടെന്നൊന്നും അത് പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അത്ര ശ്രദ്ധ കൊടുത്ത് വളർത്തുന്ന മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം, മുന്തിരിത്തോട്ടത്തിൽ അവർ ശ്രദ്ധ കൊടുക്കുമല്ലോ, വളമിടും, വെള്ളമൊഴിക്കും, എല്ലാം ചെയ്യും. അങ്ങനെ മുന്തിരിത്തോട്ടത്തിൻ്റെ വളവും വെള്ളമൊക്കെ കിട്ടിയ അത്തിവൃക്ഷത്തിൽ ഫലമില്ല. അതാണ് ഈ മുന്തിരിത്തോട്ടം ഒന്ന് സഭയാണെന്ന് കരുതുക. സഭയിലും നമുക്ക് നൽകിയിരിക്കുന്ന കൂദാശകൾ ജീവിച്ച് സ്വീകരിച്ച് കൃപയിൽ വളരാനുള്ള വിളിയാണ് നമ്മുടേത്. പക്ഷേ കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും കുർബാന അർപ്പിക്കാതെയും ഒക്കെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വരണ്ടു പോവും, ഫലമില്ലാതെ ആയിപ്പോവും. അപ്പം 8ാമത്തെ വാക്യത്തിൽ അതിങ്ങനെ നശിപ്പിക്കാൻ, അതെങ്ങനെ വെട്ടിക്കളഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ അത് പിതാവായ ദൈവം ഈശോ അങ്ങനെ ഒന്ന് ചിന്തിച്ച്, യജമാനൻ പിതാവായ ദൈവമാണെന്ന് കരുതുക. പിതാവായ ദൈവം പറയുക അതങ്ങ് കളഞ്ഞേക്ക്. അപ്പം ഈശോ വന്നിട്ട് പറയുകയാണ്, കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാനതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, മേലിത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. അപ്പം ദൈവമാണത് നിയന്ത്രിക്കുന്നത്. അപ്പം കൃഷിക്കാരൻ ഞാനൊന്ന് വളമിട്ട് നോക്കട്ടെ. ചുവട് കിളച്ച് വളമിടുക അത് അവസാനത്തെ ഒരു ചാൻസാണ്. ഒന്ന് കുമ്പസാരിപ്പിച്ച്, ഒന്ന് ചകഞ്ഞ് നോക്കി, പാപമൊക്കെ പറഞ്ഞൊന്ന് കുമ്പസാരിപ്പിച്ച് കുർബാനയൊക്കെ സ്വീകരിപ്പിച്ച് ഞാൻ നോക്കട്ടെ, എന്നാൽ രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ മരിക്കുകയില്ല ഈ ജീവനുള്ള അപ്പം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല. നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ കുർബാന, ഞാൻ ആമുഖത്തിൽ പറഞ്ഞില്ലേ, കുർബാന അർപ്പണം യഥാർത്ഥത്തിൽ അങ്ങനെ മാതാവ് കുരിശിൻ ചുവട്ടിൽ നിന്നതുപോലെയുള്ള അനുഭവമാണ്. കുർബാന അർപ്പിക്കുക, കുർബാന സ്വീകരിക്കുക. മാതാവ് ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങിയതുപോലെ കുർബാന എന്നെങ്കിലും അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മാതാവ് കുരിശിൻ ചുവട്ടിൽ നിന്നതുപോലെ കുർബാന അർപ്പിക്കുക. മാതാവ് കുരിശിൻ ചുവട്ടിൽ നിന്ന് ഈശോയുടെ ശരീരം ഭവ്യതയോടൊരു നിധി പോലെ ഇട്ടോടിക്കളയാതെ അവിടെ തന്നെ നിന്ന് അത് സ്വീകരിച്ചതുപോലെ എന്നെങ്കിലും കുർബാന സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മുടെ കുഴപ്പം ഇതാണ്. ഇന്ന് ഈ കേരള സമൂഹത്തിൻ്റെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലോകാരൂപിയുടെ ലക്ഷണങ്ങൾ നമുക്ക് ഈ കുരിശിൻ ചുവട്ടിൽ നിന്ന് ബലിയർപ്പിക്കുന്നത് പോലെ ബലിയർപ്പിക്കുന്നതിന് പകരം കുർബാന സമയത്ത് ഫോൺ വിളിക്കുക, ഫോട്ടോ എടുക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണോ കാൽവരിയിൽ മാതാവ് നിന്നിട്ടുണ്ടാവുക? മനസ്സിലായോ? ലോകാരൂപി ചെറിയ വസ്ത്രമൊക്കെ ധരിച്ച്, ഷോർട്ട്സൊക്കെ ധരിച്ച് പള്ളിയിൽ കുർബാനയ്ക്കും കുമ്പസാരിക്കും വരിക, സ്കാർഫ് ധരിക്കാതെ പള്ളി വരിക. മനസ്സിലായി? ലോകാരൂപി. ഇനി സ്ത്രീകൾ മദ്യപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ പലരും അതിനെക്കുറിച്ച് അത്ര കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല. ഇനി നമുക്ക് മിശ്രവിവാഹം വലിയ കൂസലൊന്നുമില്ല. അതിപ്പോൾ എന്താന്നേ, എല്ലാവരും മനുഷ്യരല്ലേ എന്ന് പറഞ്ഞ് കത്തോലിക്ക സഭയിൽ മിശ്രവിവാഹം. അപ്പം തന്നെ നമ്മുടെ ആ മുന്തിരിത്തോട്ടത്തിൽ ശ്രദ്ധയോടുകൂടെ പരിചരിക്കപ്പെടുന്ന അവസ്ഥ പോയി.
മനസ്സിലായോ? മിശ്രവിവാഹം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധയോടെ പരിചരിക്കപ്പെടുന്ന കൂദാശകൾ സ്വീകരിക്കുന്ന സാഹചര്യം തന്നെ പോയി. ഇനി ലിവിങ് ടുഗദർ, അതൊരു പ്രശ്നമേ അല്ല. ഇപ്പോൾ നാട്ടിലും വിദേശത്തും എല്ലാം കൂടി വിദേശത്ത് പോകുന്നുണ്ട്. ഞാൻ പലരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, റൂം റെൻറ്റിന് അത് ലാഭിക്കാൻ വേണ്ടി സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുന്നു, ഒരു കട്ടിലിൽ കിടന്നുറങ്ങുന്നു വിദേശത്ത്. റൂം റെൻറ്റ് ഒന്ന് അന്വേഷിച്ചൊക്കെ നോക്കുക, മക്കളൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊന്ന് അന്വേഷിച്ച് നോക്കുന്നത് നല്ലതാണ്. അങ്ങനെ പാടുണ്ടോ? ലോകാരൂപി അതൊന്നും കുഴപ്പമില്ലെന്ന്. അപ്പോൾ വീട്ടുകാരോട് പറയുമ്പോൾ പൈസ ലാഭിക്കാൻ വേണ്ടി ലോകാരൂപി, അതാണ്. ഇനി ദുരാചാരങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കയറ്റിവെക്കുക, നമ്മളെ ശ്രദ്ധയോടെ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങൾ രക്ഷപ്പെടുകയില്ല. അപ്പം ലോകാരൂപി, പിന്നെ ദുശീലങ്ങൾ, ഇതിൻ്റെ കൂടെ വിശ്വാസക്കുറവ്. കുർബാനയിലൊന്നും വലിയ കാര്യമില്ല, പുറത്തൊക്കെ നിന്ന് കുർബാന കൂടുക, എപ്പോഴെങ്കിലൊക്കെ പോവുക, ആർക്കോ വേണ്ടിയിട്ട് പോവുക, അതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങൾ നശിക്കും, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും. നമുക്ക് നമ്മുടെ മുന്തിരിത്തോട്ടം, അത് സഭയാണെന്ന് കരുതുക. മുന്തിരിത്തോട്ടത്തിൽ നമുക്ക് നല്ല പരിചരണമുണ്ട്. മുന്തിരിത്തോട്ടത്തിൽ ഈ സഭയിൽ ദൈവമായ കർത്താവിനെ നമുക്ക് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ സിലബസ് എന്താ? ഞായറാഴ്ച ആചരണം, കുർബാന അർപ്പണം, കുർബാന സ്വീകരണം, കുംഭസാരം, വിശുദ്ധ ഗ്രന്ഥ വായന, പഠനം, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക, കുടുംബ പ്രാർത്ഥന ചൊല്ലുക, കൽപ്പനകൾ പാലിക്കുക. ഇതൊക്കെയല്ലേ നമ്മുടെ സിലബസ്. ഈ സിലബസ് പഠിക്കാൻ വേണ്ടി ഈശോയുടെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്ത് കയറിയിട്ട് നമ്മൾ പിശാചിൻ്റെ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് വിരോധാഭാസം. ഈശോയുടെ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത, മാമോദീസയിലൂടെ ഈശോയുടെ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത, ഇപ്പം വിവാഹം കഴിച്ചവരാണെങ്കിൽ 5 കൂദാശകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ പരിപോഷിപ്പിക്കപ്പെട്ട ഈശോയുടെ കോഴ്സുകൾ ചെയ്യുന്നതിന് പകരം പിശാചിൻ്റെ കോഴ്സുകൾ സൈഡ് പോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കാം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും. നമുക്കതുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ അവരെ ഒന്ന് നോക്കട്ടെ. ഈ ഒരു വർഷം എല്ലാ വർഷവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ മരണസമയത്താണ് നമ്മൾ നന്നാകുന്നെങ്കിൽ ആർക്കുപകാരം? ഇപ്പം നന്നായാൽ ആർക്കെങ്കിലും ഒരു ഉപകാരമുണ്ട്. മരിക്കാൻ കിടക്കുമ്പോഴാണ് നന്നാകുന്നതെങ്കിൽ ആർക്കുണ്ട് ഉപകാരം? സഭയ്ക്കുണ്ടോ ഉപകാരം? കുടുംബത്തിനുണ്ടോ ഉപകാരം? അവനവന് ഉപകാരമുണ്ടോ? മരിക്കാൻ കിടക്കുന്ന, അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പാണ് കുമ്പസാരിച്ച് അനുതപിക്കുന്നതെങ്കിൽ എന്ത് ഗുണമുണ്ട്? ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ അനുതപിച്ച് കർത്താവിൻ്റെ കൂടെ നിൽക്കണം. അതുകൊണ്ടാണ് മറിയത്തിൻ്റെ അരൂപി. മറിയത്തിനെ നമുക്കിഷ്ടമാണ്. പക്ഷെ മറിയം ചെയ്ത കുരിശിൻ്റെ ചുവട്ടിലുള്ള നിപ്പ്, മറിയം ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങിയതുപോലെ കുർബാന സ്വീകരിക്കാൻ, അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളൊക്കെ വേണം. ഈശോയെ കൂടെ പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിടാൻ, സൗഗന്ധധൂമം ഉയർത്താൻ, കുന്തുരുക്കം പോലെ മുന്നിൽ തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിടാൻ, സൗഗന്ധധൂമം ഉയർത്താൻ, കുന്തുരുക്കം പോലെ മുന്നിൽ, അതിനായി